ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫി ഫൈനലിൻ്റെ പടിവാതിലിൽ എത്തി നിൽക്കുകയാണ് കേരളം. 4 ദിവസം കഴിഞ്ഞിട്ടും ഇരു ടീമിൻ്റെയും ആദ്യ ഇന്നിംഗ്സ് അവസാനിക്കാത്തതിനാൽ ലീഡ് നേടുന്ന ടീം ഫൈനലിലേക്ക് കടക്കുമെന്ന് ഉറപ്പായിരുന്നു. ഇന്ന് മത്സരത്തിൻ്റെ അവസാന ദിവസത്തിൽ 28 റൺസ് ലീഡുമായി ഇറങ്ങിയ കേരളം ഗുജറാത്തിൻ്റെ 3 വിക്കറ്റ് വീഴ്ത്തിയാൽ ലീഡ് എടുക്കാമായിരുന്നു. ഇന്ന് ആദിത്യ സർവാദയാണ് 3 വിക്കറ്റും നേടിയത്. 4ാം ദിനം ക്രീസിൽ ഉറച്ചു നിന്ന ജയ്മീത് പട്ടേലിനെ വീഴ്ത്തിയാണ് ആദിത്യ കേരളത്തിന് ആവശ്യമായ ബ്രേക്ക് ത്രൂ സമ്മാനിച്ചത്. 177 പന്തിൽ 79 റൺസുമായി ജയ്മീതിനെ അസറുദ്ദീൻ സ്റ്റംപ് ചെയ്താണ് പുറത്താക്കിയത്. ജയ്മീതിന് പിന്തുണ നൽകി ഇന്നലെ ക്രീസിൽ നിലയുറപ്പിച്ച സിദ്ധാർത്ഥ് ദേശായിയെ പിന്നീട് സർവാദെ വിക്കറ്റിന് മുന്നിൽ കുടുക്കി. സിദ്ധാർത്ഥ് ദേശായി 30 റൺസാണ് നേടിയത്. പിന്നാലെ എത്തിയ അർസൻ നഗ്വാസ്വാലയെ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ കൈകളിലെത്തിച്ച് സർവാദെ കേരളത്തിൻ്റെ രക്ഷകനായി മാറുകയായിരുന്നു. എന്നാൽ അവസാനത്തെ വിക്കറ്റ് ഏറെ സംഭവബഹുലമായിരുന്നു. 3 റൺസ് നേടിയാൽ ലീഡെടുക്കാം എന്ന നിലയിലെത്തിയപ്പോൾ ഒരു കൂറ്റൻ അടിക്കാണ് നഗ്വാസ്വാല ശ്രമിച്ചത്. എന്നാൽ അത് ഷോർട്ട് ലെഗിൽ നിൽക്കുകയായിരുന്ന സൽമാൻ നിസാറിൻ്റെ ഹെൽമറ്റിലാണ് കൊണ്ടത്. അടികൊണ്ട ആഘാതത്തിൽ സൽമാൻ താഴെ വീഴുകയും ചെയ്തു. എന്നാൽ ഹെൽമറ്റിൽ കൊണ്ട് ഉയർന്ന് പൊങ്ങിയ പന്ത് സ്ലിപ്പിൽ നിൽക്കുകയായിരുന്ന ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ കൈകളിലേക്ക് എത്തി. അതോടെ കേരളത്തിന് വിജയത്തിന് തുല്യമായ 1ാം ഇന്നിംഗ്സ് ലീഡും ലഭിച്ചു. ഇനിയുള്ള 2 സെഷൻ പിടിച്ചു നിന്ന് മത്സരം സമനിലയിലാക്കിയാൽ ആദ്യമായി കേരളം രഞ്ജി ട്രോഫിയുടെ ഫൈനൽ കളിക്കും. കേരളത്തെ ചെറിയ സ്കോറിൽ പുറത്താക്കി മത്സരം വിജയിച്ച് ഫൈനലിലേക്ക് മുന്നേറാനുള്ള ഗുജറാത്തിൻ്റെ പ്ലാൻ ഏറെക്കുറെ അസാധ്യമാണ് താനും. ആദ്യം ബാറ്റ് ചെയ്ത കേരളം മുഹമ്മദ് അസറുദ്ദീൻ്റെ സെഞ്ചുറിയുടെ ബലത്തിൽ 487 റൺസിന് പുറത്തായി. 177 റൺസാണ് അസറുദ്ദീൻ നേടിയത്. അസറുദ്ദീന് പുറമെ ക്യാപ്റ്റൻ സച്ചിൻ ബേബി 69ഉം സൽമാൻ നിസാർ 52ഉം റൺസ് നേടിയിരുന്നു. ആദ്യ ഇന്നിംഗ്സിനിറങ്ങിയ ഗുജറാത്ത് കേരളത്തിൻ്റെ അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. ഓപ്പണർ പ്രിയാങ്ക് പഞ്ചാലിൻ്റെ സെഞ്ചുറിയിലൂടെയാണ് ഗുജറാത്ത് സ്കോർ ഉയർത്തിയത്. പഞ്ചാലിന് പിന്തുണയുമായി ഓപ്പണർ ആര്യ ദേശായി അർദ്ധ സെഞ്ചുറിയും നേടിയിരുന്നു. ജലജ് സക്സേന, ആദിത്യ സർവാദെ എന്നിവരുടെ മികച്ച ബൗളിങ്ങിലാണ് കേരളം ഗുജറാത്തിനെ ഒതുക്കിയത്. ഇരുവരും 4 വിക്കറ്റ് വീതം സ്വന്തമാക്കി. രാജ്യത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഫൈനലിലേക്ക് നമ്മുടെ സംസ്ഥാനം കടക്കുമ്പോൾ അത് ചരിത്രത്തിലേക്കുള്ള ഒരു കാൽവെപ്പ് കൂടിയാണ്. എല്ലാ കേരളീയർക്കും ഇത് അഭിമാനത്തിൻ്റെ നിമിഷമാണ്. എന്നാൽ നമ്മുടെ ചില മാധ്യമങ്ങൾ ഗുജറാത്തിനെ പുകഴ്ത്താൻ വല്ലാതെ പാടുപെട്ടിരുന്നു. ജനം TV കൊടുത്ത ഗുജറാത്ത് സപ്പോർട്ട് വാർത്തകൾ മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്ക് നാണക്കേടുണ്ടാക്കുന്നത് തന്നെയായിരുന്നു.